എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് റിസൾട്ട് ഇന്ന് എത്ര മണിക്ക് പ്രസിദ്ധീകരിക്കും, അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് എങ്ങനെ ഈ റിസൾട്ട് ചെക്ക് ചെയ്യാം, അതുപോലെ ട്രാൻസ്ഫർ കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികളും കിട്ടാത്ത വിദ്യാർത്ഥികളും എന്ത് ശ്രദ്ധിക്കണം എന്നിങ്ങനെയുള്ള എല്ലാവിധ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽസുകൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ട്രാൻസ്ഫർ പുതുതായിട്ട് മറ്റൊരു സ്കൂളിൽ കിട്ടിക്കഴിഞ്ഞാൽ എക്സ്ട്രാ ഫീ വല്ലതും അടയ്ക്കേണ്ടതുണ്ടോ എന്നിങ്ങനെ വിദ്യാർത്ഥികൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാവിധ ഡീറ്റെയിൽസും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ വർഷത്തെ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് റിസൾട്ട് ഇന്ന് രാത്രിയോടെ അറിയാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് hscap.kerala.gov.in എന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത ശേഷം വിദ്യാർത്ഥികൾക്ക് ഇവിടെ കാൻഡിഡേറ്റ് ലോഗിൻ എസ്റ്റാബ്ലിഷ് എന്ന് പറഞ്ഞുകൊണ്ട് ലിങ്ക് കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ, അതുപോലെ തന്നെ പാസ്വേഡ്, അതുപോലെ തന്നെ നിങ്ങൾ ഏത് ജില്ലയിലാണോ ആ ലോഗിൻ ഉള്ളത് ആ ഒരു ജില്ല എന്നിവ നൽകി ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൺഗ്രാജുലേഷൻസ് യു ഹാവ് ഗോട്ട് ട്രാൻസ്ഫർ എന്ന് ട്രാൻസ്ഫർ കിട്ടിയിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും. അതുപോലെ ഏത് സ്കൂളിൽ ഏത് കോഴ്സിലേക്കാണ് എത്രാമത്തെ ഓപ്ഷനാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ട്രാൻസ്ഫർ കിട്ടിയിട്ടില്ലെങ്കിൽ യു ഹാവ് നോട്ട് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞുകൊണ്ട് കാണാനായിട്ട് സാധിക്കും. ട്രാൻസ്ഫർ കിട്ടാത്ത വിദ്യാർത്ഥികൾക്ക് ആവശ്യമെങ്കിൽ ഇനി വരാൻ പോകുന്ന സെക്കൻഡ് ട്രാൻസ്ഫറിന് അപേക്ഷിക്കാവുന്നതാണ്. സെക്കൻഡ് ട്രാൻസ്ഫർ സെക്കൻഡ് സപ്ലിമെൻ്ററിക്ക് ശേഷം മാത്രമേ ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഫസ്റ്റ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികൾ നിങ്ങൾക്ക് അവിടെ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. ഓൾറെഡി അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾക്കും അവിടെ ആ ഒരു ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കുന്നതാണ്. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ റാങ്ക് ഡീറ്റെയിൽസും അതുപോലെ തന്നെ ട്രാൻസ്ഫർ കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് പ്രിൻറ്റ് അലോട്ട്മെൻറ്റ് ലെറ്റർ എന്നുള്ള ഒരു ലിങ്കും കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത ശേഷം വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ട്രാൻസ്ഫറിൻ്റെ അലോട്ട്മെൻറ്റ് ലെറ്റർ ഡൗൺലോഡ് ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി ഈ ഒരു ട്രാൻസ്ഫർ കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികൾ എപ്പോൾ അഡ്മിഷൻ എടുക്കേണ്ടി വരും എന്നുള്ളത് നോക്കാം. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ജൂലൈ 22 അതുപോലെ 23 തീയതികളിലായിട്ടായിരിക്കും അഡ്മിഷൻ ഉണ്ടാവുക. അത് ട്രാൻസ്ഫറിൻ്റെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങളെ പ്രത്യേകം അറിയിക്കുന്നതാണ്. കാരണം ചിലപ്പോൾ ഒരു ദിവസമാണോ അഡ്മിഷൻ ഉള്ളത് എന്നുള്ളത് അറിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഏതൊക്കെ ദിവസങ്ങളിലാണ് അഡ്മിഷൻ ഉണ്ടായിരിക്കുക എന്നുള്ള കാര്യം നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് തിങ്കളാഴ്ച മുതൽ അഡ്മിഷൻ നേടാൻ സാധിക്കുന്ന തരത്തിലായിരിക്കും പ്രസിദ്ധീകരിക്കുന്നത്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ട്രാൻസ്ഫർ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ നിലവിൽ അഡ്മിഷൻ ലഭിച്ച സ്കൂളിൽ തന്നെ മറ്റൊരു കോമ്പിനേഷനിലേക്കാണ് ട്രാൻസ്ഫർ കിട്ടിയതെങ്കിൽ നിങ്ങൾ വല്ല എക്സ്ട്രാ ഫീ പേയ്മെൻറ്റ് വല്ലതും ഉണ്ടെങ്കിൽ അത് അടച്ചാൽ മതിയാകും. എക്സ്ട്രാ ഫീസ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു 100-150 രൂപ മാത്രമേ ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ അത് നിങ്ങൾക്ക് ഏത് രീതിയിലാണ് കോഴ്സ് മാറ്റം കിട്ടിയത് എന്ന് അനുസരിച്ചിട്ടാണ്. അപ്പോൾ അത് നിങ്ങൾക്കിപ്പോൾ കൊമേഴ്സിൽ നിന്ന് കമ്പ്യൂട്ടർ സയൻസിലേക്കോ ഒക്കെയാണ് കിട്ടിയതെങ്കിൽ ജസ്റ്റ് ഒരു 100 രൂപ ആ രീതിയിലേ വരുള്ളൂ. അതുപോലെ ഹ്യൂമാനിറ്റീസിൽ നിന്ന് കമ്പ്യൂട്ടർ സയൻസിലേക്കോ കൊമേഴ്സിലേക്കോ അല്ലെങ്കിൽ സയൻസിലേക്കോ കിട്ടുകയാണെങ്കിൽ ജസ്റ്റ് ഒരു 100 മുതൽ 150 രൂപ വരെ ഫീസ് എക്സ്ട്രാ ആയിട്ട് വന്നേക്കാം. അപ്പോൾ ഈ ഒരു രീതിയിൽ ഫീസ് അടച്ചാൽ മതിയാകും. ഇനി നിങ്ങൾക്കിപ്പോൾ നിലവിൽ അഡ്മിഷൻ നേടിയ സ്കൂളിൽ നിന്നും മറ്റൊരു സ്കൂളിലേക്കോ അല്ലെങ്കിൽ മറ്റൊരു സ്കൂളിലെ മറ്റൊരു കോഴ്സിലേക്കാണ് നിങ്ങൾക്ക് ട്രാൻസ്ഫർ കിട്ടിയതെന്ന് കരുതുക. അങ്ങനെയെങ്കിൽ നിങ്ങൾ ആദ്യം അഡ്മിഷൻ നേടിയിട്ടുള്ള സ്കൂളിലെ സീറ്റ് പോകുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു സ്കൂളിൽ നിന്ന് നിങ്ങൾ നൽകിയിട്ടുള്ള സർട്ടിഫിക്കറ്റ്സുകൾ, അതായത് നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സുകൾ, അതുപോലെ നിങ്ങളുടെ TC, അതുപോലെ തന്നെ നിങ്ങൾ അടച്ചിട്ടുള്ള PTA ഫണ്ട് ഇതൊക്കെ നിങ്ങൾക്ക് തിരിച്ചു തരുന്നതാണ്. അഡ്മിഷന് അടച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു അഡ്മിഷൻ ഫീസ് തിരിച്ചു കിട്ടുന്നതല്ല. അതിന് പകരം നിങ്ങൾ പുതിയ സ്കൂളിൽ പോകുന്ന സമയത്ത് ആ ഒരു അഡ്മിഷൻ ഫീസ് അടച്ചതിൻ്റെ റെസിപ്റ്റ് നൽകിയാൽ മതിയാകും. അതുപോലെ തന്നെ ചിലപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി അത് വെബ്സൈറ്റിൽ ആഡ് ചെയ്തിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ പുതിയ സ്കൂളിൽ വീണ്ടും അഡ്മിഷൻ ഫീസ് അടക്കേണ്ടതായിട്ട് വരുന്നതായിരിക്കില്ല. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ പുതുതായിട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ച ആ ഒരു സ്കൂളിലേക്ക് നിങ്ങൾ പോകുന്ന സമയത്ത് ഈ ഒരു ഡോക്യുമെൻറ്റ്സും അതുപോലെ തന്നെ PTA ഫണ്ടും അതുപോലെ അവിടെ കോഴ്സ് മാറ്റത്തിൻ്റെ ഫലമായിട്ട് വല്ല എക്സ്ട്രാ ഫീസും ഉണ്ടെങ്കിൽ ആ ഒരു എക്സ്ട്രാ ഫീസും അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു പുതുതായിട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ച ആ ഒരു സ്കൂളിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ തന്നെ പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന കാര്യമാണ്, ഇപ്പോൾ ട്രാൻസ്ഫർ കിട്ടിയിട്ടുള്ള ആ ഒരു സ്കൂൾ ഇഷ്ടപ്പെട്ടിട്ടില്ല അല്ലെങ്കിൽ കോഴ്സ് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യുമെന്നുള്ളത്. അപ്പോൾ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. നിങ്ങൾക്ക് ആ ഒരു ട്രാൻസ്ഫർ കിട്ടിയിട്ടുള്ള ആ ഒരു സ്കൂളിൽ പോയി അഡ്മിഷൻ എടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കാരണം നിങ്ങൾക്ക് ഒരു സ്കൂളിലേക്ക് ട്രാൻസ്ഫർ കിട്ടുന്ന അല്ലെങ്കിൽ ഒരു കോഴ്സിലേക്ക് മാറ്റം ലഭിക്കുകയാണെങ്കിൽ ആദ്യം ലഭിച്ച സീറ്റ് നഷ്ടപ്പെടുകയും പിന്നീട് പുതുതായിട്ട് അലോട്ട്മെൻറ്റ് എവിടെയാണോ കിട്ടിയത് അവിടെ ആയിരിക്കും നിങ്ങളുടെ അഡ്മിഷൻ ഉണ്ടായിരിക്കുക. അതേസമയം ട്രാൻസ്ഫർ കിട്ടാത്ത വിദ്യാർത്ഥികൾക്ക് നിലവിൽ അഡ്മിഷൻ ലഭിച്ച ആ ഒരു സ്കൂളിൽ തന്നെ തുടർന്ന് പഠിക്കാവുന്നതാണ്. ഇവിടുത്തെ സീറ്റ് നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നതല്ല എന്നുള്ള കാര്യം വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക. അതുകൊണ്ട് തന്നെ ട്രാൻസ്ഫർ കിട്ടുകയാണെങ്കിൽ വിദ്യാർത്ഥികൾ ട്രാൻസ്ഫർ കിട്ടിയിട്ടുള്ള സ്കൂളിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കണം. അതേസമയം ട്രാൻസ്ഫർ കിട്ടിയിട്ടില്ലെങ്കിൽ നിലവിലെ സ്കൂളിൽ തന്നെ അഡ്മിഷൻ എടുക്കാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് മനസ്സിലായിട്ടുണ്ടാകും, ട്രാൻസ്ഫർ കിട്ടിക്കഴിഞ്ഞാൽ കിട്ടിയ ആ ഒരു കോഴ്സിലേക്കോ സ്കൂളിലേക്കോ മാറേണ്ടതായിട്ടുണ്ട്. അതുപോലെ ട്രാൻസ്ഫർ കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് നിലവിലെ സ്കൂളിൽ തന്നെ തുടർന്ന് പഠിക്കാം. അപ്പോൾ നിലവിൽ നിങ്ങൾക്ക് ട്രാൻസ്ഫർ കിട്ടിയാലും കിട്ടിയിട്ടില്ല എങ്കിലും നിങ്ങൾക്ക് അടുത്ത സെക്കൻഡ് ട്രാൻസ്ഫർ വരുന്ന സമയത്ത് ആവശ്യമെങ്കിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ആ ഒരു ഘട്ടത്തിൽ നിങ്ങൾക്ക് താല്പര്യമുള്ള സ്കൂളും കോഴ്സുകളും മാത്രമേ ഓപ്ഷൻ വെക്കാവൂ. അതുപോലെ തന്നെ മറ്റൊരു ജില്ലയിലേക്ക് കൂടി
ട്രാൻസ്ഫറിനുള്ള ഓപ്ഷൻ നൽകാനുള്ള ഒരു അവസരം കൂടി നിങ്ങൾക്ക് ആ ഒരു സെക്കൻഡ് ട്രാൻസ്ഫറിൽ കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ട്രാൻസ്ഫർ കിട്ടുകയാണെങ്കിൽ നിർബന്ധമായിട്ടും കിട്ടിയിട്ടുള്ള ആ ഒരു കോളേജിൽ അല്ലെങ്കിൽ കോളേജിലെ സ്കൂളിൽ അല്ലെങ്കിൽ കോഴ്സിലേക്ക് മാറേണ്ടതാണ്. അപ്പോൾ ഇത്രയും മാത്രമാണ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ട്രാൻസ്ഫർ കിട്ടിക്കഴിഞ്ഞാൽ അത് ക്യാൻസൽ ചെയ്യാനോ അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യാനോ സാധിക്കുന്നതല്ല എന്നുള്ള കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.